സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചരസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാസി സാക്ഷാത് ഗുരുഭവനപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന നാദശ്രീ ചാനലിലെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സഹകരിച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമൻ നാരായണീയത്തിൽ 65, 66, 67, 68, 69 എന്നീ 5 അധ്യായങ്ങളിൽ 68ാമത്തെ അധ്യായമാണ് രാസക്രീഡ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ദശകം കൂടിയുള്ളൂ. 5 അധ്യായങ്ങളിൽ ശ്രീമദ് ഭാഗവതം 29, 30, 31, 32, 33. അപ്പം അതിൽ ഗോപിമാർ അഹങ്കരിച്ചതിനെ തുടർന്ന് ഭഗവാൻ തിരോധാനം ചെയ്തു. കുറേ തെരഞ്ഞു ഭഗവാന്റെ അവദാനങ്ങൾ വാഴ്ത്തി. പിന്നീട് ഭഗവാൻ അവരുടെ അഹങ്കാരം തീർന്നപ്പോൾ പ്രത്യക്ഷമായി സന്തോഷപ്രകടനം, ആഹ്ലാദ പ്രകടനം, പലരും ചെയ്ത പ്രവൃത്തികളെ വർണ്ണിക്കുകയാണ് ഈ ദശകത്തിൽ. ഇതി മുദാകുലേർ വല്ലബീജനെ സമം ഉപാഗതോ യാമുനേ തടേ. യമുനാ തടത്തിൽ ഉത്തരീയം വിരിച്ച് അവർ ഇരുന്നു. കുസൃണഭാസുരേ പര്യശോഭത. വളരെ ശോഭയോട് കൂടിയിട്ടാണ് ഭഗവാൻ അവിടെ ശോഭിച്ചത്. ഇനി അവരുടെ ഒരു സംസാരമുണ്ട്. കതിവിധ കൃപാ കേപി സർവതോ ധൃതദയോദയാ കേചിദാശ്രിതേ കതിചിദീദൃശ മാദൃശേഷ്വപി ത്യഭിഹിതോ ഭവാൻ വല്ലഭീജനേ. കൃഷ്ണനെ കളിയാക്കിക്കൊണ്ടും, മലയാളത്തിൽ നമ്മൾ കോള് വെച്ച് സംസാരിക്കുക അങ്ങനെ കണ്ട കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയാണ് ഇവരുടെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. ഒന്ന് കളിയാക്കണം. ഭഗവാൻ കാട്ടിൽ ഇവരെ ഉപേക്ഷിച്ചതായ ക്രൂരത ഇവർ വെറുതെ വിട്ടില്ല, ചോദ്യം ചെയ്യുകയാണ്. എന്താണ് അവർ ചോദിച്ചത്? കതിപിത കൃപ. ഈ സ്നേഹം എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട് ഭഗവാനെ, ഞങ്ങൾക്കൊന്നറിയണം. 3 തരം സ്നേഹം അവർ കാണിക്കുകയാണ്. അത് 3ലും കൃഷ്ണൻ പെടില്ല, അത്രയും സ്നേഹമില്ല എന്നർത്ഥം. ആകെ 3 തരം സ്നേഹമാണല്ലോ ഉള്ളത്. അത് 3ഉം കൃഷ്ണനില്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്നേഹം എത്ര തരത്തിലുണ്ട് എന്ന് ചോദിക്കണത്. അപ്പോൾ ഏതൊക്കെ ശ്രീമദ് ഭാഗവതത്തിൽ അത് 34ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, അല്ലേ? 34 പറയുന്നുണ്ട്. 33 രാസക്രീഡയും 32 ഈ ചോദ്യവും എന്നാണ്. എന്താ ഗോപികളെ ചോദിച്ചത് വെച്ചാൽ, ഭജതോനു ഭജന്ത്യേക ഏക ഏതത് വിപര്യം നോ ഭയാഞ്ച ഭജന്തേക ഏതന്നോ ബ്രൂഹി സാധുഭോ. 32ാം അധ്യായത്തിൽ 16ാം ശ്ലോകം. 32ാമത്തെ അധ്യായത്തിൽ 16ാം ശ്ലോകം. ഭജതോനു ഭജന്ത്യേക. കൃഷ്ണ, ചില ആൾക്കാർ അങ്ങോട്ട് സ്നേഹിക്കുന്നവരുണ്ട്. ഇങ്ങോട്ടില്ലെങ്കിൽ ഇല്ലേ, നീ ഇങ്ങോട്ടുണ്ടോ എന്നിങ്ങനെ നോക്കുക. പിന്നെ ഒരു കൂട്ടരാണ് ഏക ഏതത് വിപര്യം, സ്നേഹിച്ചാലും സ്നേഹിക്കാത്തവർ. സ്നേഹിക്കുമ്പോൾ മാത്രം സ്നേഹിക്കുന്നവർ. ഇങ്ങോട്ടുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ടുണ്ട്. വേറെ ചിലർ ഇങ്ങോട്ടുണ്ടോ നോക്കാതെ അങ്ങോട്ട് സ്നേഹിക്കും. കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. സ്നേഹം അവരുടെ ഒരു വീക്ക്നെസ്സാണ്. സ്നേഹിക്കാണ്ടിരിക്കാൻ അവർക്ക് കഴിയില്ല. അത് ഇങ്ങോട്ട് കിട്ടിയോ അങ്ങോട്ട് കിട്ടിയോ. ഞാൻ ശരിക്കും പറയാ വെച്ചാൽ, ഈ ശ്വാക്കളെ വളർത്തണവർക്കറിയാം, അവരുടെ സ്നേഹമാണ് ഇങ്ങോട്ട് കിട്ടുമെന്ന് അവർ നോക്കാറില്ല. നല്ലൊരു ഉദാഹരണം ഇപ്പോൾ അതേ കിട്ടിയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ അവർ തന്നെ ഉള്ളൂ. അല്ലെ, നമ്മൾ അടിച്ചാലും കാലുകൊണ്ട് ചവിട്ടിയാലും തൊഴിച്ചാലും
പോടുന്ന ചീത്ത പറഞ്ഞാലും അവരുടെ സ്നേഹത്തിന് ഒരു മാറ്റമില്ല. നോക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇങ്ങനെ? വേറൊരു ജീവിക്കും ഇല്ല കേട്ടോ. ഒരു ജീവിക്കും ആനയൊക്കെ അടഞ്ഞാൽ പാപ്പാനെ കുത്തി കൊല്ലാറുണ്ട് ഇല്ലേ? പക്ഷെ ഒരിക്കലും ഒരു ശ്വാവ് അവിടെ ഒരാൾ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ശ്വാവേന്ന് വിളിച്ചാൽ ഒട്ടും വിഷമിക്കേണ്ടെന്നാണ് ഞങ്ങളൊക്കെ പറയുക, ചില ആൾക്കാർ. കാരണം ആ മാതിരിയുള്ള ഒരു സ്നേഹം. ഒരിക്കലൊരു ഭക്ഷണം കൊടുത്താൽ യജമാനനെ ആജീവനാന്തം മറക്കാത്തൊരു ജീവിയാണ് നായ്ക്കൾ. അത്രയധികം യജമാനോട് കൂറുള്ള ഒരു ജീവി വേറെ കണ്ടിട്ടില്ല. മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് തന്നെ അതിനെ ഇണക്കാൻ പഠിച്ചത്. അവൻ്റെ കാര്യം പിന്നെ സുരക്ഷിതമാണ്. അവൻ്റെ ജീവൻ കളഞ്ഞിട്ടും യജമാനെ ഉടമസ്ഥനെ നോക്കും, സംശയമൊന്നുമില്ല അതിന്. അപ്പോൾ അതുപോലത്തെ സ്നേഹം ചിലർക്കുണ്ട്. ഇങ്ങോട്ട് കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. അങ്ങനെ രണ്ടാമത്തെ വിഭാഗം. വേറൊരു കൂട്ടർ ആദ്യം പറഞ്ഞത് ഇങ്ങോട്ടുണ്ടച്ചാൽ മാത്രം അങ്ങോട്ടുണ്ട്. ഇനി മൂന്നാമതോ നോ ഭയാംശ ഭജന്തിയേക്ക. സംസ്കൃതത്തിൻ്റെ ചുരുങ്ങിയ വാക്കിൽ കാര്യം കൊണ്ടുവരാനുള്ള കഴിവാണ് ഭാഷയുടെ. നോ ഭയാംശ ഭജന്തിയേക്ക. രണ്ടു കൂട്ടരെയും സ്നേഹിക്കാത്തവരുണ്ട്. ഇങ്ങോട്ട് സ്നേഹിച്ചാലും വേണ്ടില്ല, അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഒരിക്കലും ലോകത്തിൽ സ്നേഹം കൊടുക്കാൻ നിശ്ചയിച്ചിട്ടില്ലാത്തവർ. ഏറ്റവും സ്നേഹത്തിൻ്റെ അർത്ഥം പോലും അറിയാത്തവർ ചുരുക്കം. ഇതിലേതാണ് ശരി? ഏതന്നോ സാധു ഹേ ഭോ ബ്രൂഹി. ഇതിലത്തെ ഏതാണ് ശരി എന്ന് ഒന്നങ്ങ് പറയണം. സാധു, ഏതാണ് ശരിയായത്? എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? കൃഷ്ണൻ ഇത്രമാത്രം ഗോപികൾ കൃഷ്ണനെ സ്നേഹിച്ചിട്ടും ഞങ്ങളെ തിരിച്ച് സ്നേഹിച്ചില്ല എന്ന് ആരോപിക്കുകയാണ്. കൃഷ്ണൻ ഏതിൽ പെടും? അങ്ങോട്ട് സ്നേഹിച്ചിട്ടും കൊടുക്കാത്തവൻ എന്ന് വരുത്താനാണ് ഇവർ ചോദിച്ചത്. അതാണ് ഇവിടെ ചോദിച്ചത്. കതിപിത കൃപ കേബി സർവതോ ധൃതദയ. എല്ലാവരോടും സ്നേഹമുള്ളവർ. ദയ, കൃപ ഒക്കെ സ്നേഹത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണല്ലോ, ഓരോരോ ഭാവങ്ങളാണ്. കൊന്നന്നെ ധൃതദയോദയ കേചിത് ആശ്രിതേ. ഇങ്ങോട്ട് സ്നേഹം ഉണ്ടച്ചാൽ അങ്ങോട്ട് സ്നേഹമുണ്ട്, ഇങ്ങോട്ടില്ലാച്ചാൽ അങ്ങോട്ടില്ല. അങ്ങനൊരു വിഭാഗം. ഇങ്ങോട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാതെ സ്നേഹിക്കുന്നവർ രണ്ടാമത്തെ വിഭാഗമാണത്. അത് ശ്വാക്കളിലേക്ക് ഉദാഹരണം പറയാം. ഈ മൂന്നാമതോ കതിച്ചിത് ഈ ദൃശത. ഈ നിൽക്കണ കൃഷ്ണല്ലേ, ചിലരങ്ങനെയാണ്. എങ്ങനെ സ്നേഹിച്ചാലും തിരിച്ച് കൊടുക്കില്ല എന്ന് ശപഥം ചെയ്തവർ. അതുകൊണ്ടല്ലേ കാട്ടിൽ ഞങ്ങൾ എത്ര കൃഷ്ണനെ സ്നേഹിച്ചു എന്ന് ആർക്കാ പറയാൻ പറ്റുക? അളവോ അതിൻ്റെ ആ ഒരു ആധിക്യമോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത്രയധികം ഞങ്ങൾ കൃഷ്ണനെ സ്നേഹിച്ചിട്ട് ഈ ഒരു കൊടും ദ്രോഹം, മറഞ്ഞു നിന്നിട്ടുള്ള ഉപദ്രവം, കൃഷ്ണനില്ലാത്തൊരു അവസ്ഥ ആണ് ഞങ്ങൾക്ക് തരാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. വേറെ ഏത് ശിക്ഷയും ഞങ്ങൾക്ക് അത്ര പ്രശ്നമില്ല. അതെന്തിനാണ് ഞങ്ങൾക്ക് തന്നത് എന്ന് പറയുക. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്ന് ചോദിക്കുകയാണ്. കതിച്ചിത് ഈ ദൃശാദ. ചിലർ ഈ കൃഷ്ണനെ പോലെയാണ്. അങ്ങോട്ട് സ്നേഹിക്കണ ഒരു വിട്ടികൾ അങ്ങോട്ട് ഒരിക്കലും കൊടുക്കില്ല. മാതൃശേഷു അഭീത്യഭിഹിതോ ഭവാൻ വല്ലവീജനേഹി. ഇതിലേതാണ് ശരി എന്നാണ് ചോദിച്ചത്. ആ കൃഷ്ണൻ ഒട്ടും സ്നേഹം കൊടുക്കാത്തവനാണ്. അങ്ങോട്ട് സ്നേഹിച്ചാലും അത് വെറുതെ എന്നല്ലാണ്ട് ഒരു കാര്യമില്ലാത്തവനാണ് എന്നിവർ വരുത്തി. ഈ ഭഗവാന്റെ മറുപടിയാണ്. ഐ കുമാരിക നൈവ ശങ്ക്യതാം കഠിനതാമയി പ്രേമകാതരേ. കഠിനത, സ്നേഹമില്ലാത്തവൻ ഒരു കഠിന ഹൃദയനാട്ടോ. അങ്ങനെ എന്നെ നിങ്ങൾ ശങ്കിക്കരുത്. ഐ കുമാരിക കഠിനത ന ശങ്ക്യതാം. എന്നിൽ നിങ്ങളങ്ങനെ കഠിനതയൊന്നും ശങ്കിക്കരുത്. മൈ പ്രേമകാതരേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിട്ടുള്ള നിങ്ങളോട് ഞാൻ ക്രൂരത കാണിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. മൈ തുചേതസോനുവൃത്തയേ കൃതമിതം മയേത്യൂശിവാൻ ഭവാൻ. എന്നോടുള്ളതായ സ്നേഹം ശരിയായ വിധത്തിൽ സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഇടയ്ക്ക് ഞാൻ മറഞ്ഞു നിൽക്കണം.
മറഞ്ഞു നിന്നാലാണ് ചിലപ്പോൾ സ്നേഹം ചിലർക്ക് കൂടുക. ദൂരത്തുണ്ടെങ്കിൽ സ്നേഹം കൂടും ഇല്ലേ? പൊതുവേ ഒരു ഇതാണത്. തമാശയായിട്ട് തന്നെ പറയും, ഗൾഫിൽ പോയിട്ട് വല്ലാതെ ദുഃഖിച്ചു ഭാര്യ. ഫോൺ സംസാരിക്കുമ്പോഴും പോണ സമയത്തും എന്നാൽ ഞാൻ ഈ ജോലിയൊക്കെ വേണ്ടാച്ച് ഇവിടേക്ക് വരുന്നാലോ എന്നിങ്ങോട്ട് പറയേണ്ട താമസമേ ഉള്ളൂ. ഇവളുടെ ഭാവം മാറും ഇല്ലേ? അയ്യോ അതൊന്നും വേണ്ട കേട്ടോ. പിന്നെ സ്നേഹം ഉണ്ടാവുമോ? അപ്പോൾ അടുത്തിരുന്നാൽ സ്നേഹം ഉണ്ടാവില്ല, ദൂരത്തിരുന്നാലേ സ്നേഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ സ്നേഹത്തെ ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനെന്താ ചെയ്തത്? ഊട്ടി ഉറപ്പിക്കുകയാണ് നിങ്ങളും ഞാനുമായിട്ടുള്ള സ്നേഹം. അകറ്റി കേടുവരുത്തില്ല. അവിടെ ഇതാ ഇപ്പം പ്രത്യക്ഷമായില്ലേ? നിങ്ങളെ ശാശ്വതമായിട്ട് ഉപേക്ഷിക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. മൈ തുചേതസോവോ അനുവൃത്തെ, എന്നിൽ സ്ഥിരമായ മനസ്സ് നിങ്ങൾക്കുണ്ടാവാൻ ഞാൻ മറഞ്ഞു നിന്നു. കൃതമിതം മയേ ത്യൂജിവാൻ ഭവാൻ. അതിന് മറുപടിയൊക്കെ ഭാഗവത്തിൽ കുറേ അധികം വിസ്തരിക്കുന്നുണ്ട് കേട്ടോ. എന്താ കാരണം വെച്ചാൽ, മിതോ ഭജന്തിയെ സഖ്യാസ്വാർത്ഥേകാന്ത്യോദ്യമാഹിതേ ന തത്ര സൗഹൃദം ധർമ്മം സ്വാർത്ഥാർത്ഥം ദത്തിനന്യത. ഈ ലോകത്തിൽ ഇങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കുക എന്ന് പറയണത് വളരെ കുറവാണ്. ഇങ്ങോട്ട് സ്നേഹിക്കാതെ സ്നേഹിക്കണവർ അതാണ് കേട്ടോ. കിട്ടണുണ്ടോ കിട്ടണില്ലേന്നൊന്നും നോക്കാതെ സ്നേഹിക്കുന്ന ഒരൊറ്റ കൂട്ടരെ എത്രയേ ഉള്ളൂ. അമ്മ മകനെ സ്നേഹിക്കുക, അച്ഛൻ പോലും അത്ര ഇല്ല എന്നാണ്. അമ്മമാർ ഒരു മകനിൽ നിന്ന് കുമാത ന ഭവതി. ദേവിയെ പറ്റി ശങ്കരാചാര്യ പറയുന്നുണ്ട്, കുപുത്രാജായേത കിമപി കുമാത ന ഭവതി. കുപുത്രന്മാരുണ്ടായാലും ഒരിക്കലും ശരിയല്ലാത്ത അമ്മ ഉണ്ടാവില്ല അത്രേ. കുമാത എന്ന് പറഞ്ഞാൽ ശരിയില്ലാത്ത അമ്മ ഉണ്ടാവില്ല. എങ്ങനെയായാലും പ്രസവിച്ചതല്ലേ, എങ്ങനെ ഉപേക്ഷിക്കുക? എത്ര കുരുത്തക്കേട് കാണിച്ചോട്ടെ, ഒരു അമ്മയ്ക്ക് മകനെ തള്ളി പറയാൻ കഴിയില്ല. അച്ഛൻ ചിലപ്പോൾ പറഞ്ഞു എന്ന് വരും, എന്നാലും അമ്മ പറയില്ല എന്നാണ്. അതാണ് അമ്മ. ഹത്തായിട്ടുള്ളൊരു പദമാണ് അമ്മ. അപ്പോൾ ആ ഗോപികളെ അങ്ങനത്തെ സ്നേഹം ആർക്കേ ഉള്ളൂ അറിയോ? അമ്മമാർക്ക് മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ആർക്കും ഉണ്ടാവില്ല അത്. ഇങ്ങോട്ട് ശരിയല്ലെങ്കിൽ പോയി പണി നോക്കട്ടെ എന്ന് പറയുന്നവരാണ് അധികവും. ഈ ഭജന്ത്യഭജതോയേ വൈ കരുണാപിതരോ യഥാ. പിതൃ എന്നുള്ളവിടെ അമ്മയ്ക്ക് ചേർത്തിട്ടാണ് ഉപയോഗിച്ചത്. ഭജതോ ഭിനവേ കേജിൽ ഭജന്ത്യ ഭജതക്കുത ആസ്മാരാമ യാപ്തകാമ അകൃതജ്ഞ ഗുരുദ്രുഹ. ഇനി നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും സ്നേഹം കൊടുക്കാത്തവർ, അങ്ങടും ഇങ്ങടും സ്നേഹമുള്ളവർ, അങ്ങനെയുണ്ടോ കൂട്ടർ? ഒരു സ്നേഹിച്ചാൽ മാത്രം സ്നേഹിക്കണവർ, രണ്ടാമത്തെ ഒരു കൂട്ടർ പറഞ്ഞുല്ലോ, അതാരാ? അത് പൊതുവേ എല്ലാവരും അങ്ങനെയാണ്. ഇങ്ങടും ഇല്ലാച്ചാൽ പോയി പണിയോക്കോട്ടെ, എന്താ അവൻ? എന്നെ വേണച്ചാൽ ഞാൻ സ്നേഹിക്കും, എന്നെ വേണ്ടച്ചാൽ പോയി പണിയോക്കട്ടെ എന്ന് പറയുന്നവരാണ് അങ്ങടും ഇങ്ങടും സ്നേഹിക്കുന്നവർ. ഇങ്ങടുണ്ടെങ്കിൽ അങ്ങടുണ്ട്, അങ്ങടില്ലെങ്കിലോ ഇല്ല. അങ്ങനത്തെ സ്നേഹം പലപ്പോഴും ഭാര്യാഭർത്താക്കന്മാർ കാര്യം ഉണ്ടെങ്കിലേ സ്നേഹിക്കുള്ളൂ. താവിനെ കൊണ്ട് കാര്യം ഉണ്ടെങ്കിൽ സ്നേഹിക്കും, ഭാര്യയെ കൊണ്ട് സ്നേഹമുണ്ടെങ്കിൽ ഭാര്യയെ സ്നേഹിക്കും, ഇല്ലെങ്കിലോ അവൾ പോയി പണിയോക്കട്ടെ, അയാൾ പോയി പണിയോക്കട്ടെ. ഇതിനാണ് എന്ത് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സ്നേഹം. കാര്യം ഉദ്ദേശിച്ചിട്ടാണത്. മറ്റവരിൽ നിന്നുള്ള കാര്യസാധ്യത്തെ ഉദ്ദേശിച്ചിട്ടുള്ള സ്നേഹം മധ്യമം. അങ്ങനത്തെ നോക്കാത്ത സ്നേഹം ഉത്തമം. പലപ്പോഴും ഈ സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം തന്നെ തെറ്റാണെന്നാണ്. ഈ ചെടി വെച്ചിട്ട് ഇങ്ങനെ പറിക്കണ പോലെ എത്രയത് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ എന്താ ഉണ്ടാവുക? അത് കരിഞ്ഞു പോവും. അപ്പോൾ ആ സ്നേഹം വളരില്ല, ഒരിക്കലും വളരില്ല. അതിന് വളം ഇട്ട് കൊടുക്കുക, അല്ലേ? വേലി കെട്ടുക, വെയിൽ കൊള്ളാതെ നോക്കുക, അപ്പോൾ അത് വളരും. അതുകൊണ്ട് സ്നേഹം കിട്ടാനുള്ള ഒരൊറ്റ വഴിയുള്ളൂ ബഹുമാനവും, അത് കൊടുക്കുക. സ്നേഹം കിട്ടാനുള്ള ഒരേ ഒരു വഴി എവിടെയുള്ളൂ? കൊടുക്കുക. കൊടുത്തോക്കോ കിട്ടും, കൊടുത്തില്ലെങ്കിൽ കിട്ടൂല്ല. എനിക്കിത്തിരി സ്നേഹം വേണമെന്ന് വാങ്ങിയാലോ, അടിച്ച് പഠിപ്പിക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ വസ്തുക്കളെ കൊണ്ടോ ഒന്നും ഒരാളെ സ്നേഹിപ്പിക്കാൻ കഴിയില്ല. അങ്ങോട്ട് സ്നേഹിച്ചാലോ ഇങ്ങോട്ട് സ്നേഹിക്കും. അതൊരു തരം മധ്യമ സ്നേഹമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംശയമാണ്, അയാൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ?
ഇവൾക്ക് എന്നോട് ശരിക്കുള്ള സ്നേഹമുണ്ടോ, ഇതന്നെ നോക്കാൻ നിന്നാൽ ആ സ്നേഹം ശരിയല്ല. അത് രണ്ടാമത്. ഇനി മൂന്നാമതോ, അകൃതജ്ഞ ഗുരുദ്രുഹ, ഒരിക്കലും സ്നേഹം കൊടുക്കാത്തവർ. അത് ഗുരുവിനെ ദ്രോഹിക്കുന്നവരും യാതൊരു തത്വദീക്ഷയില്ലാത്തവർ എത്ര അവരെ സ്നേഹിച്ചാലും അവർ സ്നേഹം കൊടുക്കില്ല. ആത്മാരാമന്മാരും അങ്ങനെയാണെന്നാണ്. അതെങ്ങനെയത്? ആത്മാരാമന്മാർ ഒരിക്കലും സ്നേഹിക്കാത്തവരാണോ? രാമകൃഷ്ണ പരമഹംസർ, വിവേകാനന്ദ സ്വാമികൾ, ശങ്കരാചാര്യ, ഇവരൊക്കെ ആത്മാരാമന്മാരാണല്ലോ. അവരെ എങ്ങനെയാണ് ഈ സ്നേഹം ഒരിക്കലും കൊടുക്കാത്തവരിൽ പെടുത്തുക? അതാണ് മനസ്സിലാക്കേണ്ടത്. അവരുടെ സ്നേഹം ഒരു പ്രത്യേക വ്യക്തിയോടല്ല, ഈ പ്രപഞ്ചത്തെ മുഴുവനും സ്നേഹിക്കുന്നവരാണ് അവർ. അപ്പോൾ ഒരാളെ പ്രത്യേകിച്ചുള്ള സ്നേഹം അവർക്കില്ല. യശോധരയുടെ അടുത്ത് ബുദ്ധൻ ബോധോദയം കഴിഞ്ഞ് വന്നപ്പോൾ അനവധി ആൾ മുമ്പിലുള്ള പോലെ ഒരാളായിട്ടേ പത്നിയെ കണക്കാക്കിയതുള്ളൂ, സംസാരിച്ചതുള്ളൂ. ഒരു പ്രത്യേകതയില്ല. അതാണ് കാരണം അദ്ദേഹം ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന ആളാണ്. പിന്നെ എങ്ങനെയാണ് അയാൾക്ക് ഒരു പ്രത്യേക സ്നേഹം ഒരാളോടുണ്ടാവുക? അപ്പോൾ ആത്മാരാമന്മാരായിരിക്കുന്ന ജ്ഞാനികളെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നതിനാൽ 50 പലഹാരം ഒരാളുടെ കയ്യിലുണ്ട്, 50 ആൾക്കും ഓരോന്ന് കൊടുത്തു. ഒരാൾ പറഞ്ഞു എനിക്ക് ഒന്നും കൂടി കിട്ടാണ്ടോ, അയ്യോ ഒന്ന് ഞാൻ നിനക്ക് തന്നല്ലോ, ഇനി എൻ്റെ കയ്യിലില്ല, 50 ഞാൻ കൊടുത്തു കഴിഞ്ഞിരിക്കണു, കൂടുതൽ തരാൻ എനിക്ക് സാധ്യമല്ല എന്നല്ലേ പറയുക. അതുപോലെ ഒരാളെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ ദുഷ്ടന്മാർ, അവരെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ദുഷ്ടന്മാരും ആത്മാരാമന്മാരും അങ്ങോട്ട് ഒരു പ്രത്യേക സ്നേഹമൊന്നും അവർക്കില്ലാത്തവരാണ്. എത്ര സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല. പിന്നെ അമ്മമാർ കിട്ടാതെ സ്നേഹിക്കുന്നവർ, സ്നേഹം കിട്ടുമോ എന്ന് നോട്ടമില്ല അവർക്ക്. ഇടയിലുള്ളവരാണ് ഉണ്ടോ ഇല്ലേ, ഇങ്ങോട്ട് ഉണ്ടച്ചാൽ അങ്ങോട്ടും ഉണ്ട്, അങ്ങനെ 3 തരം സ്നേഹം. ഇതാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ഭഗവാൻ പറഞ്ഞു ഞാൻ ഇതിലൊന്നും പെട്ട ആളല്ല. ഈശ്വരൻ എന്നുള്ള അവസ്ഥയ്ക്ക് ആരെ സ്നേഹിക്കാനാണ്? ആത്മാവിന് ആരോടെങ്കിലും സ്നേഹം ഉണ്ടാവുമോ? ഒക്കെ മനസ്സിനാണ് സ്നേഹം, ആത്മാവിന് ആരോടും സ്നേഹമില്ല. ആ പരമാത്മാവാണ് ഗോപികളെ ഞാൻ. അപ്പോൾ താൻ പരമാത്മാവാണ് എന്ന ബോധം അവർക്ക് കൊടുത്തു രാസക്രീഡയുടെ മുമ്പേ. ഒരു മനുഷ്യനോ പരപുരുഷനോ അല്ല, പരമപുരുഷനാണ്. പരപുരുഷനല്ല, പരമപുരുഷനാണ് എന്ന അറിവ് അവർക്ക് കൊടുത്തിട്ടാണ് രാസക്രീഡ പ്രോപ്പർ അതിലേക്ക് പ്രവേശിക്കുന്നത്. ശുഭദിന ആശംസകളോട് കൂടിയിട്ട് നിർത്തുന്നു. നമസ്കാരം.